നമസ്കാരം. കേരളത്തിന്റെ മണ്ണ്, അതിനൊരു കഥ പറയാനുണ്ട് അല്ലേ? വെറും മണ്ണിന്റെ അല്ല, ഇവിടത്തെ കൃഷിയുടെ, നമ്മുടെയൊക്കെ സംസ്കാരത്തിന്റെ തന്നെ കഥ. അപ്പോ ഇന്ന് നമുക്ക് ആ കഥയുടെ ഏറ്റവും ആഴത്തിലേക്ക്, അതിന്റെ വേരുകളിലേക്കൊന്ന് പോയി നോക്കാം. ഈ ചിത്രമൊന്ന് നോക്കിക്കേ. തീരമുണ്ട്, സമതലങ്ങളുണ്ട്, പിന്നങ്ങ് മലനിരകളും. എല്ലാം കൂടെ ചേർന്നൊരു ഭംഗിയല്ലേ? പക്ഷേ ഇത്രയും വൈവിധ്യമുള്ള ഈ നാട്ടില് ഒരു വിത്ത് നട്ട് അതൊന്ന് വളർത്തിയെടുക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ആ ചോദ്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര തുടങ്ങുന്നത്. ഏതൊരു കാര്യത്തിനും ഒരു തുടക്കം വേണമല്ലോ. കേരളത്തിന്റെ കൃഷിയുടെ കഥ തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? നമ്മുടെ ഈ മണ്ണിൽ നിന്നാണ്. അതാണ് അതിന്റെ അടിത്തറ. ബാക്കിയെല്ലാം വളർന്നു വന്നത് ഈ മണ്ണിന് മുകളിലാണ്. അപ്പൊ പിന്നെ നമുക്ക് ആ മണ്ണിൽ തൊട്ട് തന്നെ തുടങ്ങാം, അല്ലേ? പുറത്തുനിന്ന് നോക്കുമ്പോൾ കേരളം മൊത്തം പച്ചപ്പാ, അല്ലേ? ഒരേപോലെ തോന്നും. പക്ഷേ ആ പച്ചപ്പിനടിയിൽ പലതരം ലോകങ്ങളുണ്ട്. പ്രധാനമായും 4 തരം മണ്ണുകളാണ് ഇവിടെയുള്ളത്. ഈ 4 മണ്ണുകളും കേരളത്തിന്റെ കൃഷിക്കഥയിലെ ഓരോ ചാപ്റ്ററുകൾ പോലെയാണ്. നമുക്കാ കഥ ഓരോന്നായൊന്ന് വായിച്ചെടുക്കാം. ആദ്യം തന്നെ നമ്മുടെ തീരപ്രദേശങ്ങളിലേക്ക് പോകാം. അവിടുത്തെ എക്കൽ മണ്ണ് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ആയിരക്കണക്കിന് വർഷം കൊണ്ട് പുഴകളൊക്കെ ഒഴുകി വന്ന് അടിഞ്ഞുകൂടിയ മണ്ണാണിത്. അതുകൊണ്ട് തന്നെ നല്ല ഫലഭൂയിഷ്ടമാണ്, നല്ല നീർവാർച്ചയുമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ തീരത്തൂടെ പോകുമ്പോൾ വരി വരിയായി തെങ്ങുകൾ കാണുന്നത്. അതേസമയം ആവശ്യത്തിന് വെള്ളം പിടിച്ചു നിർത്താനും ഇതിന് കഴിയും. അതുകൊണ്ട് തന്നെയാണ് നെൽകൃഷിക്കും ഇത് ബെസ്റ്റാകുന്നത്. ഇനി തീരത്ത് നിന്ന് കുറച്ചുകൂടെ ഉള്ളിലോട്ട് നമ്മുടെ ഇടനാടുകളിലേക്ക് കയറിയാലോ? അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് ചെങ്കൽ മണ്ണാണ്. ആ ചുവപ്പ് നിറം വരുന്നത് അതിൽ ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളതുകൊണ്ടാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇതിന് വെള്ളം അധിക നേരം പിടിച്ചു നിർത്താൻ പറ്റില്ല. അതൊരു വെല്ലുവിളി തന്നെയാണ്. എങ്കിലും കശുമാവ്, റബ്ബർ, മരച്ചീനി അങ്ങനെയുള്ള കുറച്ച് ഹാർഡിവിളകളുണ്ട്. അവയ്ക്കിത് ധാരാളമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മേഖലയുടെ സാമ്പത്തിക അടിത്തറ തന്നെ ഈ വിളകളാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി കിഴക്കോട്ട് പോകാം. അവിടെ കാണുന്ന മണ്ണാണ് ചെമ്മണ്ണ്. പഴയ പാറകളൊക്കെ പൊടിഞ്ഞുണ്ടായ മണ്ണാണിത്. മറ്റുള്ളവയെ അപേക്ഷിച്ച് ഫലഭൂയിഷ്ഠത കുറച്ചൊന്ന് കുറവാണ്. പക്ഷേ ഒരു ഗുണമുണ്ട്. അധികം വെള്ളം വേണ്ടാത്ത വിളകളുണ്ടല്ലോ, ചാമ, പയർവർഗ്ഗങ്ങൾ, അതിനൊക്കെ ഇത് വളരെ നല്ലതാണ്. തലമുറകളായി നമ്മുടെയൊക്കെ ഭക്ഷണത്തിന്റെ ഭാഗമായ പല സാധനങ്ങളും വളരുന്നത് ഈ മണ്ണിലാണ്. അപ്പോ നമ്മുടെ മണ്ണ് യാത്രയുടെ അവസാന സ്റ്റോപ്പ് നമ്മൾ മല കയറുകയാണ്. അവിടെയാണ് ഏറ്റവും കിടിലൻ മണ്ണ്, വനത്തിലെ മണ്ണ്. ഇലകളും മറ്റും അഴുകിച്ചേർന്ന് കറുത്ത നിറത്തിലുള്ള നല്ല പോഷകമുള്ള മണ്ണാണിത്. കേരളത്തിലെ വലിയ തോട്ടങ്ങളുടെയൊക്കെ ജീവൻ ഈ മണ്ണാണ്. ലോകം മുഴുവൻ അറിയുന്ന നമ്മുടെ തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇതിന്റെയൊക്കെ കഥ തുടങ്ങുന്നത് ഈ കറുത്ത മണ്ണിൽ നിന്നാണ്. എന്തൊരു അത്ഭുതമല്ലേ? അപ്പോ മണ്ണാണ് ബേസ് എന്ന് നമ്മൾ കണ്ടു. പക്ഷേ കൃഷിയെ മാറ്റുന്നത് മണ്ണ് മാത്രമല്ലല്ലോ, കാലവും ഒരു വലിയ ഘടകമാണ്. പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ കൃഷിരീതിയെ മൊത്തത്തിൽ മാറ്റിമറിച്ച 3 വലിയ വിപ്ലവങ്ങൾ നടന്നു. സ്വാഭാവികമായും അതിന്റെ അലകൾ നമ്മുടെ കേരളത്തിലുമെത്തി. ഈ സ്ക്രീനിൽ കാണുന്ന തീയതികളുണ്ടല്ലോ, ഇത് വെറും നമ്പറുകളല്ല, ഇന്ത്യൻ ചരിത്രത്തിലെ വലിയ ടേണിംഗ് പോയിന്റുകളാണ്. ഓരോ വിപ്ലവവും ഒരു വലിയ ആവശ്യത്തിനുള്ള മറുപടിയായിരുന്നു. എന്തായിരുന്നു ആ ആവശ്യം? വളർന്നുവരുന്ന ഒരു വലിയ രാജ്യത്തെ മുഴുവൻ ഊട്ടുക, അവരെ ശക്തിപ്പെടുത്തുക. അതിനുള്ള ഉത്തരങ്ങളായിരുന്നു ഇവ ഓരോന്നും. അപ്പോ ആദ്യം 1960കളിൽ ഹരിത വിപ്ലവം. അന്ന് നമ്മുടെ മെയിൻ പ്രശ്നം വിശപ്പായിരുന്നു. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. അതിനുവേണ്ടി കൂടുതൽ വിളവ് തരുന്ന വിത്തുകളും വളങ്ങളുമൊക്കെ ഉപയോഗിച്ച് ഗോതമ്പിന്റെയും അരിയുടെയും ഉൽപ്പാദനം നമ്മൾ കൂട്ടി. പിന്നെ വന്നു 80കൾ. അപ്പോൾ ശ്രദ്ധ പാടത്തുനിന്ന് തൊഴിലിലേക്ക് മാറി. ധവള വിപ്ലവം, അതായത് ഓപ്പറേഷൻ ഫ്ലഡ്. ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: പാലിന് ക്ഷാമമുണ്ടായിരുന്ന ഇന്ത്യയെ ലോകത്തെ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദകരാക്കി മാറ്റുക. ഏറ്റവും ഒടുവിലായിട്ട് 2000ങ്ങളിൽ വന്നു നീലവിപ്ലവം. നമ്മുടെ പുഴകളിലും കടലിലുമൊക്കെയുള്ള സാധ്യതകൾ നമ്മൾ തിരിച്ചറിഞ്ഞു. പുതിയ ടെക്നോളജി ഉപയോഗിച്ച് മീൻ വളർത്താൻ തുടങ്ങി. ഇത് വെറുതെ മീൻ പിടിക്കുന്ന ഏർപ്പാടല്ല, മറിച്ച് കൃഷി ചെയ്യുന്നതുപോലെ മീനിനെ വളർത്തുന്നതായിരുന്നു. അതോടെ സാമ്പത്തികമായി ഒരു പുതിയ മേഖല തന്നെ തുറന്നുകിട്ടി. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? ഇതൊന്നും വെറും ഗവൺമെന്റ് പ്രൊജക്റ്റുകളായിരുന്നില്ല, മറിച്ച് കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച കാര്യങ്ങളായിരുന്നു. പട്ടിണി മാറ്റാനും ഗ്രാമങ്ങളിലെ വരുമാനം കൂട്ടാനും ഇന്ത്യയെ ഒരു സ്വയം പര്യാപ്ത രാജ്യമാക്കാനും ഈ വിപ്ലവങ്ങൾ സഹായിച്ചു. അതാണ് കൃഷിയിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന പവർ. ശരി, അപ്പോൾ നമ്മൾ ചരിത്രത്തിന്റെ വലിയ ക്യാൻവാസ് കണ്ടുകഴിഞ്ഞു. ഇനി നമുക്ക് ലെൻസ് ഒന്ന് മാറ്റിപ്പിടിച്ച് സൂം ഇൻ ചെയ്തു നോക്കാം. ഇന്ന് കൃഷി എന്ന് പറഞ്ഞാലത് നെല്ലും ഗോതമ്പും മാത്രമല്ല. അതിൽ പലതരം സ്പെഷ്യലൈസ്ഡ് ഫീൽഡുകളുണ്ട്. നമ്മളിതിനെ കൾച്ചറുകൾ എന്ന് വിളിക്കും. ഓരോന്നും അതിൻ്റേതായൊരു കലയും ശാസ്ത്രവുമാണ്. ഇതിനെ നമുക്ക് ഒരു കർഷകന്റെ ടൂൾ ബോക്സ് ആയിട്ട് കാണാം.
ഓരോ പണിക്കും ഓരോ പ്രത്യേക ഉപകരണം വേണമല്ലോ. അതുപോലെ കൃഷിയിലും പലതരം സ്പെഷ്യലൈസ്ഡ് സ്കില്ലുകളുണ്ട്. അതിലെ വൈവിധ്യം കണ്ടാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. നോക്കിക്കേ, തേനിനു വേണ്ടി തേനീച്ചയെ വളർത്തുന്ന എപ്പിക്കൾച്ചർ, പട്ടുനൂലിനു വേണ്ടി പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്ന സെറിക്കൾച്ചർ, മത്സ്യങ്ങളെ വളർത്തുന്ന പിസ്സിക്കൾച്ചർ, തീർന്നില്ല, പൂക്കൾ കൃഷി ചെയ്യുന്ന ഫ്ലോറിക്കൾച്ചർ, മുന്തിരിക്കു വേണ്ടിയുള്ള വിറ്റിക്കൾച്ചർ, വളമുണ്ടാക്കാൻ മണ്ണിരയെ വളർത്തുന്ന വെർമിക്കൾച്ചർ, പിന്നെ നമ്മുടെ പച്ചക്കറികൾക്കായുള്ള ഒലേറിക്കൾച്ചർ. ഓരോന്നും ഓരോ വലിയ ലോകമാണ്. അപ്പോ ഈ ടൂൾ ബോക്സിൽ പലതരം ടൂൾസ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. പക്ഷേ ടൂൾ ഉണ്ടായാൽ മാത്രം മതിയോ? അത് എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്നറിയണ്ടേ? അതാണ് പ്രധാനം. ഇനി നമുക്ക് കർഷകർ ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട സ്ട്രാറ്റജികളെപ്പറ്റി നോക്കാം. എങ്ങനെയാണവർ ഭൂമിയെ ഏറ്റവും നന്നായി ലാഭകരമായി ഉപയോഗിക്കുന്നതെന്ന് കാണാം. മെയിനായിട്ട് 2 രീതികളാണുള്ളത്. ഒന്ന് എക്സ്റ്റൻസീവ് ഫാമിംഗ്, അതായത് ഒരുപാട് സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കിലും ആൾബലത്തിലും ചെയ്യുന്ന കൃഷി. ഉദാഹരണത്തിന് വലിയ ഗോതമ്പ് പാടങ്ങളൊക്കെ പോലെ. ഇനി രണ്ടാമത്തേത് ഇൻറ്റൻസീവ് ഫാമിംഗ്. ഇത് നേരെ ഓപ്പോസിറ്റാണ്. കുറഞ്ഞ സ്ഥലത്തുനിന്ന് മാക്സിമം വിളവെടുക്കുക. നമ്മുടെ നാട്ടിലെ തട്ടുതട്ടായുള്ള കൃഷിയൊക്കെ ഇതിനൊരു ഉദാഹരണമാണ്. ഓരോ ഇഞ്ച് സ്ഥലവും വിലപ്പെട്ടതാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മിശ്രകൃഷി. ഇവിടുത്തെ ഐഡിയ സിമ്പിളാണ്. ഒന്നും പാഴാക്കരുത്, എല്ലാം പരസ്പരം സഹായിക്കണം. വിളയുടെ വേസ്റ്റ് കന്നുകാലികൾക്ക് തീറ്റയാകും, കാലികളുടെ ചാണകം വിളകൾക്ക് വളമാകും, അല്ലെങ്കിൽ നെൽപ്പാടത്തിൽ തന്നെ മീനിനെയും വളർത്തും. ഇങ്ങനെ ഒന്നിലധികം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ കർഷകനൊരു കാര്യക്ഷമമായ ഒരുതരം സെൽഫ് സഫിഷ്യന്റ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ചുകൂടി പുതിയൊരു ചിന്തയാണ് പെർമാകൾച്ചർ. ഇവിടെ നമ്മൾ പ്രകൃതിയെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നില്ല, പകരം പ്രകൃതിയിൽ നിന്ന് പഠിക്കുകയാണ്. ഒരു കാട് എങ്ങനെയാണോ സ്വയം നിലനിൽക്കുന്നത്, അതുപോലെ നമ്മുടെ കൃഷിയിടങ്ങളെയും ഒരു സ്വയം പര്യാപ്ത ആവാസ വ്യവസ്ഥയായി മാറ്റിയെടുക്കുക. അതാണ് പെർമാകൾച്ചറിന്റെ പിന്നിലുള്ള ഫിലോസഫി. ഇനി നമ്മൾ നോക്കുന്നത് വളരെ പഴയൊരു രീതിയാണ്, പുനം കൃഷി അഥവാ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ഇതൊരു സൈക്കിള് പോലെയാണ്. ആദ്യം ഒരു സ്ഥലത്ത് കൃഷി ചെയ്യും. ആ മണ്ണിലെ പോഷകങ്ങൾ തീരുമ്പോൾ ആ സ്ഥലം വെറുതെ വിടും. എന്നിട്ട് വേറെ സ്ഥലത്തേക്ക് മാറും. ആ പഴയ സ്ഥലം അതിൻ്റെ സ്വാഭാവികമായ ഫലഭൂയിഷ്ഠത തിരിച്ചുപിടിക്കാൻ നമ്മൾ സമയം കൊടുക്കുകയാണ്. ഭൂമിയുടെ ഒരു റിതം മനസ്സിലാക്കിയുള്ള ഒരു രീതിയാണിത്. അപ്പോൾ നമ്മൾ മണ്ണിൽ നിന്ന് തുടങ്ങി ചരിത്രത്തിലൂടെയും പലതരം തന്ത്രങ്ങളിലൂടെയും സഞ്ചരിച്ചു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ച് നോക്കാം. നമ്മുടെ പഴയ പാരമ്പര്യവും പുതിയ ടെക്നോളജിയും എല്ലാം ഒരുമിക്കുമ്പോൾ കേരളത്തിൻ്റെ കൃഷിയുടെ ഭാവി എന്തായിരിക്കും? അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഭാവി എന്ന് പറയുന്നത് ഇതാണ്: പഴയ അറിവുകളെ പുതിയ സയൻസുമായി കൂട്ടിയോജിപ്പിക്കുക. നമ്മുടെ വേരുകൾ പാരമ്പര്യത്തിലായിരിക്കണം, പക്ഷേ വളർച്ച പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ ആയിരിക്കണം. വളരെ ശക്തമായൊരാശയമാണത്. ഇതൊന്നും വെറുതെ പറയുന്നതല്ല കേട്ടോ. ഇതിനായി കൃത്യമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, മണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ പഴയ വ്യത്തിനങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കമ്മ്യൂണിറ്റി സീഡ് ബാങ്കുകൾ തുടങ്ങുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് കർഷകർക്കൊരു ധൈര്യം കൊടുക്കാൻ ഇൻഷുറൻസും സബ്സിഡിയും സാമ്പത്തിക സഹായവുമെല്ലാം നൽകുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് എത്തുവാണ്. കേരളത്തിൻ്റെ കൃഷിയുടെ മനോഹരമായ ഭൂതകാലവും ചലനാത്മകമായ വർത്തമാനവും നമ്മൾ കണ്ടു. പക്ഷേ ഈ കഥയുടെ അടുത്ത ചാപ്റ്റർ എന്തായിരിക്കും? ആ ചോദ്യത്തിനുള്ള ഉത്തരം എഴുതേണ്ടത് ഗവൺമെൻറ് മാത്രമല്ല, ഇവിടുത്തെ ഓരോ കർഷകരും ശാസ്ത്രജ്ഞരും ഉപഭോക്താക്കളായ നമ്മളും കൂടിയാണ്. ഈ ഒരു അന്വേഷണത്തിൽ എന്നോടൊപ്പം കൂടിയതിന് ഒരുപാട് നന്ദി.